നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അത്. കുറെ പേരായി ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ. പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അമ്മ ഭംഗിയുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നേരത്തെ ചെയ്യണം വിചാരിച്ചിരുന്നായിരുന്നു. ഓരോ ദിവസവും ഓരോ തിരക്കുകളായിരുന്നു. ഇവിടെ എനിക്ക് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ബിസി ആയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും തിരക്ക് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയത് സ്കൂൾ തുറക്കുന്നതിന്റെ 2 ദിവസം മുൻപാണ്. എത്ര നേരത്തെ എല്ലാം പർച്ചേസ് ചെയ്യണം വിചാരിച്ചാലും അത് നടക്കാം. അങ്ങനെ എല്ലാവരും റെഡിയായി കഴിയുമ്പോഴത്തേക്കും മിലു എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അവളെ കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാ അവൾക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ പുറത്തു പോകണമെന്ന്. അങ്ങനെ ഒരുവിധം ഞാൻ അവളെ പിടിച്ച് കൂട്ടിലാക്കി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിയ ബാഗാണ് ഇതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്തവണ അതിൽ നിന്നൊരു മോചനം. നമുക്ക് പുതിയ ബാഗ് അച്ഛൻ വാങ്ങിച്ചു തരാ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ചിക്കുനും പുതിയ ബാഗ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പോണത് എന്റെ സ്കൂളിലേക്കാണ്. സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം വാങ്ങിയിട്ട് വേണം ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ. എനിക്ക് മാത്രമല്ല ചിക്കുനും സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും കിട്ടുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിക്കാനുള്ള സന്തോഷത്തിൽ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടാ എന്റെ സ്കൂൾ. അപ്പോഴേ ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്താട്ടാ. എന്റെ പേര് സാരംഗ് എന്നാണ്, പക്ഷെ നിങ്ങൾ കിച്ചു എന്ന് വിളിച്ചാൽ മതിട്ടാ. ഇനി ഞാൻ 9ാം ക്ലാസ്സിലേക്കാണ്. അങ്ങനെ ഞാൻ ബുക്കൊക്കെ വാങ്ങിച്ച് ഇനി ചിക്കുന്റെ ക്ലാസ്സിലേക്കാണ് പോണത്. അങ്ങനെ ചിക്കുന്റെ ക്ലാസ്സിൽ പോയപ്പോ ചിക്കുന്റെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ചിക്കുന്റെ ടീച്ചർ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നേ. അങ്ങനെ ചിക്കുന്റെ ബുക്കൊക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചിക്കു ഇനി 3ാം ക്ലാസ്സിലേക്കാണ്. അതിന്റെ ഗൗരവത്തിലാണ് അവള് നടക്കുന്നത്. അങ്ങനെ പോണ വഴിക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവരും ബുക്ക് വാങ്ങിക്കാനായിട്ട് വന്നതായിരുന്നു. ഞാൻ അവന്മാരത്തെ എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയായിരുന്നു കേട്ടോ. എന്റെ യൂട്യൂബ് ചാനൽ അവൻ കുറെ തപ്പി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അടുത്തത് പോയത് നമ്മൾ സ്കൂളിലേക്ക് ബുക്കും സാധനങ്ങളും വാങ്ങിക്കാനായിരുന്നേ. അങ്ങനെ അവിടെ എത്തി ചിക്കും ഞാനും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയായിരുന്നേ. ചിക്കു പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് പിന്നെ എത്ര ബുക്ക് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷൻ ആയി നിൽക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ട് പിന്നെ ചിക്കു ബുക്ക് കവർ ചെയ്യുന്ന സാധനം എടുക്കാൻ പോയതായിരുന്നു. ചിക്കു പിന്നെ എനിക്കും അവൾക്കായിട്ടുള്ള 2 കവർ ചെയ്യണത് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചിക്കു പൗച്ചും ബോക്സും എടുക്കാൻ പോയതായിരുന്നു. ചിക്കുന്റെ ഫേവറേറ്റ് ഉള്ള പിങ്ക് ബോക്സ് ആണ് എടുത്തത്. പിന്നെ അവള് പറഞ്ഞു ബ്ലൂ മതിന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള് മെയിൻ ആയിട്ടുള്ള റബ്ബറും കട്ടറും വാങ്ങിക്കാൻ പോയേ. ചിക്കു എപ്പോഴും റബ്ബറും കട്ടറും കളഞ്ഞിട്ട് വരുന്ന ശീലമുള്ള കാരണം നമ്മൾ വലിയ ബോക്സ് തന്നെ എടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാട്ടാ ഞാൻ മെയിൻ എന്ന് പറഞ്ഞത്. അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ പശയില്ലാത്ത കാരണം പശ എടുത്തിട്ടുണ്ടായിരുന്നേ. ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതില്ലാണ്ട് പറ്റേയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ സ്ഥിരം പരിപാടിയായി കാർ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ ഇവിടെ എപ്പോ വന്നാലും ഞാനൊരു കാറ് വാങ്ങിക്കുമായിരുന്നു. ഇത്തവണ അമ്മ കയ്യോടെ പൊക്കി. സ്കൂളിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി, വേറൊരു സാധനം വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ മറന്നുപോയിട്ടുണ്ടോ നോക്കിയായിരുന്നു. ഇല്ല, ഒന്നും മറന്നിട്ടില്ല, എല്ലാം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ബാഗ് മാത്രം നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അമ്മയുടെ വക പുഞ്ചിരി തൂകിയ പോസുകൾ. ഇത് ഇന്നെങ്ങാനും കഴിയുമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ദേ വലിയ ബില്ലും വന്നു. സമാധാനമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത മഴ പെയ്യും മുമ്പേ ബാഗും കൂടി വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇറങ്ങാൻ നേരത്ത് കടയത്ത് ചേട്ടൻ സ്നേഹത്തോടെ എനിക്കൊരു പേനയും തന്നു. സമ്മാനമായിട്ട് ആരെന്ത് തന്നാലും ഞാൻ കുറച്ച് ഹാപ്പിയാവും. അങ്ങനെ ബാഗ് വാങ്ങിക്കാനുള്ള കടയും നമ്മൾ തപ്പിപ്പിടിച്ചെത്തി. ഇവിടെ വന്ന പാടെ ചിക്കു ബാർബികളുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് ഇഷ്ടം എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഒന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ചളി ആയാൽ അറിയാത്ത കളർ ബാഗ് വേണമെന്നാണ് നിർബന്ധം. അങ്ങനെ ചളി ആയാൽ അറിയാത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്കേ ഉള്ളൂ. അവസാനം ഞങ്ങൾ ബ്ലാക്ക് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഞാനും ചിക്കും അടി ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരേപോലത്തെ ബാഗ് വാങ്ങി, അതും ഒരേ കളർ. അമ്മയ്ക്ക് സന്തോഷമായി. ഇനിയിപ്പോ ചളിയായി എന്നുള്ള പരാതി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് തീർന്നു കേട്ടോ. ഇതെല്ലാം വാങ്ങിയ ക്ഷീണത്തിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് പോവാറുള്ള ലിയോയിലാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയത്. അമ്മ ഐസ്ക്രീമും ഞങ്ങള് ഷെയ്ക്കും ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം പുതിയ പുസ്തകങ്ങളെല്ലാം കവർ ചെയ്യാൻ. നിങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ശരി, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ.